ഹലോ ഫ്രണ്ട്സ്, ഗുളികൻ്റെ അവതാര ലക്ഷ്യം എന്താണെന്നറിയാമോ? കാലൻ ഇല്ലാത്ത കാലത്ത് മഹാദേവന്റെ ഇടത് തൃക്കാലിലെ പെരുവിരൽ പൊട്ടിയടർന്നുണ്ടായ ദേവനാണ് ഗുളികൻ എന്നാണ് വിശ്വാസം. ജനന മരണങ്ങളുടെ കാരണദൂതൻ. തൻ്റെ പരമഭക്തനായ മാർക്കണ്ഡേയന്റെ ജീവൻ രക്ഷാർത്ഥം മഹാദേവൻ കാലനെ മൂന്നാം തൃക്കണ്ണ് തുറന്ന് ഭസ്മമാക്കി. കാലൻ ഇല്ലാതായതോടെ ഭൂമിയിൽ മരണമില്ലാതായി. ഒടുവിൽ ഭൂമിയിൽ ഭാരം സഹിക്കാനാകാതെ ഭൂമിദേവി വിവശയായി. കാര്യം അറിഞ്ഞ ശിവന്റെ മനം അലിഞ്ഞു. ഇടതുകാലിലെ പെരുവിരൽ നിലത്തമർന്നു. ആ വിരൽ പൊട്ടിപ്പിളർന്ന അനർത്ഥകാരിയും ക്ഷിപ്രപ്രസാദിയുമായ ഒരു ദേവൻ അവതരിച്ചു. അതാണ് ഗുളികൻ എന്നാണ് വിശ്വാസം. ശനിപുത്രനാണ് ഗുളികനെന്നും സങ്കല്പമുണ്ട്. ഗണപതി ഭഗവാനെ കഴിഞ്ഞാൽ ചെയ്യുന്ന കർമ്മങ്ങളിൽ വിഘ്നം തീർക്കാൻ കഴിയുന്ന ദേവൻ കൂടിയാണ് ഗുളികൻ എന്നാണ് വിശ്വാസം. മഹാദേവൻ തൃശൂലവും കാലപ്പശവും നൽകി ഗുളികനെ കാലിന്റെ പ്രവൃത്തി ചെയ്യാൻ ഭൂമിയിലേക്ക് അയച്ചു. ശിവാംശജാതനായ ഗുളികൻ ജീവജാലങ്ങളുടെ മരണസമയത്ത് അവരുടെ ജീവൻ കൊണ്ടുപോകുന്ന ദേവനായി വിശ്വസിക്കപ്പെടുന്നു. കാലൻ, അന്തകൻ, യമൻ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഉത്തര കേരളത്തിലെ 75ഓളം കാവുകളിൽ ആരാധിച്ചു വരുന്ന ദേവനാണ് ഗുളികൻ. പുറംകാലൻ, കരിങ്കാലൻ എന്നീ പേരുകളും ഗുളികനുണ്ട്. മന്ത്രമൂർത്തികളിൽ പ്രധാനിയായ ഗുളികന് മാന്ത്രിക കർമ്മങ്ങളിലെല്ലാം വിശേഷ സ്ഥാനമുണ്ട്. എല്ലായിടത്തും സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യമുള്ള ദേവനാണ് ഗുളികന്റെ പ്രത്യക്ഷ ദർശനം മരണത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. ഉച്ചയ്ക്കും സന്ധ്യയ്ക്കും പാതിരാ നേരത്തും നടന്നു വാഴ്ച ചെയ്യുന്ന ദേവനാണ് ഗുളികൻ. പൊതുവെ 101 ഗുളികന്മാർ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിൽ ചിലതാണ് കാലഗുളികൻ, മന്ത്രഗുളികൻ, കരിങ്കുളികൻ, മാരണഗുളികൻ, വിഷ്ണു ഗുളികൻ, രാഹു ഗുളികൻ, പാതിരാ ഗുളികൻ, അന്തിഗുളികൻ എന്നിങ്ങനെ.